നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. ദേശീയപാതയിൽ പൊക്കുളങ്ങര നാട്ടിക സെന്റർ, വലപ്പാട്, കൊപ്രക്കളം, പള്ളിനട എന്നിവിടങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജുകൾ വരും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. വാർത്തകൾ വിശദമായി. തൃപ്രയാറിലെ ഗതാഗതക്കുരുക്കും അപാകങ്ങളും പരിഹരിക്കുവാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ഗീതാഗോപി MLA അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത്. തീരുമാനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ വടക്കുനിന്നു വരുന്ന KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് റോഡ് വഴി ക്ഷേത്രം റോഡിലെത്തി മേൽപ്പാലത്തിനടിയിലൂടെ വടക്കോട്ട് പോയി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു തുടങ്ങി. ദേശീയപാത ബൈപ്പാസ് റോഡും സർവീസ് റോഡുകളും തുറന്നതോടെയാണ് തൃപ്രയാർ ക്ഷേത്രം റോഡിലെ മേൽപ്പാലത്തിനടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. ഗുരുവായൂരിൽ നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ അടക്കമുള്ളവ തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതും യാത്രക്കാരെ പെരുവഴിയിലാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചുകൂട്ടിയത്. കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുൻപ് പ്ലാൻ നടപ്പിലാക്കാനും തീരുമാനിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത്, DYSP P. പ്രമോദ്, CI K. അനിൽകുമാർ, തൃപ്രയാർ ജോയിന്റ് RTO മഞ്ജുള, ദേശീയപാത നിർമ്മാണ കമ്പനി ശിവാലയുടെ പ്രതിനിധികളായ O. ബിനു, P. ഷിബു, പഞ്ചായത്ത് സെക്രട്ടറി J. ഹേമചന്ദ്രൻ, PM സിദ്ദിഖ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. തൃപ്രയാറിന്റെ ഹൃദയഭാഗത്തെ ട്രാഫിക് കുരുക്ക് ഇന്നത്തോടെ തീരാൻ ഈ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ജനങ്ങളും ബസ് ഓണേഴ്സും പഞ്ചായത്തും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും സഹകരിക്കുന്നതോടൊപ്പം ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇപ്പോഴത്തെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ വെള്ളക്കെട്ട് പ്രശ്നം അതിരൂക്ഷം തന്നെ. ഞാൻ ഇന്നലെ നിറഞ്ഞ മഴയത്ത് ഇവിടെ വന്ന് ഒരു പരാതി നമ്മൾ വരുമ്പോൾ കേട്ടു അല്ലേ. സ്പോട്ടിൽ ഞാൻ ആ പാലത്തിൻ്റെ അടിയിൽ വന്ന് നോക്കിയപ്പോൾ നിറയെ വെള്ളമുണ്ട്. എങ്ങനെ നമുക്കത് പരിഹരിക്കണം? ഇനി നാലമ്പല ദർശനം ഒരൊറ്റ മാസം കൊണ്ട് തൃപ്രയാർ ക്ഷേത്രം നഗരിയുടെ പ്രൗഢമായ ഭക്തരുടെയും നാലമ്പല ദർശനത്തിൻ്റെ വാഹനങ്ങളും അത്രമാത്രം ക്യൂവും എല്ലാം നമ്മുടെ മുന്നിൽ കാണണം. ഇതെങ്ങനെ നമുക്ക് പരിഹരിച്ചു പോകാനുള്ള കാര്യങ്ങളും ഇന്ന് നമുക്കതിനെ പറ്റില്ല. അപ്പോൾ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ ആ 3-4 പൈപ്പിലൂടെ വരുന്ന വെള്ളം ഡയറക്റ്റ് റോഡിൽ വരുമ്പോൾ അവിടെ വെള്ളം കെട്ടാനുണ്ട്. അതില്ലാതിരിക്കാൻ നിങ്ങളെന്ന് ഞങ്ങൾക്കൊരു തീരുമാനം. ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായി 8 പുതിയ ഫുട് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകി. 12,99 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാപ്പിരിക്കാട്, തളിക്കുളം, കൊടുങ്ങല്ലൂർ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത്. മന്നാളംകുന്ന്, എടക്കഴിയൂർ, മണത്തല, പൊക്കുളങ്ങര, നാട്ടിക സെന്റർ, വലപ്പാട് ഹൈസ്കൂൾ, കൊപ്രക്കളം, പള്ളിനട എന്നിവിടങ്ങളിലാണ് ഫുട് ഓവർ ബ്രിഡ്ജുകൾ അനുവദിച്ചിരിക്കുന്നത്. ദേശീയപാത വികസനത്തെ തുടർന്ന് കാൽനടയാത്രക്കാർ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് പദ്ധതി എത്തുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 1 മാസത്തിനകം പൂർത്തിയാകുമെന്നും അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഗീതാഗോപി MLA അറിയിച്ചു. നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വലിയൊരു തീരുമാനം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലപ്പാട് നമുക്കൊരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ലാൻഡ് എക്വിസിഷൻ നടപടികൾ പൂർത്തീകരിച്ചു ഫുട് ഓവർ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. പദ്ധതിയുടെ വിശദമായ എസ്റ്റിമേറ്റിനും രൂപരേഖകൾക്കും അന്തിമ അംഗീകാരം ലഭിച്ച ശേഷമാണ് നിർമ്മാണ നടപടികൾ ആരംഭിക്കുക. ഏറെ നാളായി പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ദേശീയപാത 66 പെരിഞ്ഞനത്ത് ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. ഡ്രൈവർമാർക്ക് പരിക്ക്. ബുധനാഴ്ച പുലർച്ചെ 1:30 പെരിഞ്ഞനം യമുന ഹാളിന് മുന്നിലായിരുന്നു അപകടം. NH നിർമ്മാണ കമ്പനിയുടെ കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുപോകുന്ന ലോറിയും കായ കയറ്റിപ്പോയിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്.
ഇരു ലോറികളിലെയും ഡ്രൈവർമാരായ ഉത്തർപ്രദേശ് സ്വദേശി രഞ്ജിത്ത് സിംഗ്, തമിഴ്നാട് സ്വദേശി രാജ്കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ചനത്തെ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRVUP സ്കൂളിലെ പ്രവേശനോത്സവം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഗീത മോഹൻദാസ്, പ്രധാന അധ്യാപിക VV ആശ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജ്യോതിബാസ് തേവർക്കാട്ടിൽ, രാജ്കുമാർ പൊറ്റേക്കാട്ട്, സ്റ്റാഫ് സെക്രട്ടറി മീര P രാമകൃഷ്ണൻ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ മുറ്റം ടൈൽ വിരിച്ചതിന്റെ ഉദ്ഘാടനം സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളായ ഷാൻ വർഷ, അഭിനന്ദ് എന്നിവർ നിർവഹിച്ചു. അണ്ടേഴ്ത്ത് പ്രേംലാലിന്റെ സ്മരണയ്ക്കായി ഭാര്യ VV ആശയാണ് സ്കൂൾ മുറ്റം ടൈൽ വിരിച്ച് നവീകരിച്ചത്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജാമിയ ബുസ്താനുൽ ഉലൂമിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബുസ്താൻ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജാമിയ ബുസ്താനുൽ ഉലൂം ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനൂബ്, ഉമറുൽ ഫാറൂഖ്, KA കബീർ ബുസ്താനി, EK ഇബ്രാഹിംകുട്ടി മൗലവി, ജാമിയ ബുസ്താനുൽ ഉലൂം മഹിറുൽ ഖുറാൻ അക്കാദമി മുഖ്യ രക്ഷാധികാരി അബ്ദുൽ ഖാദർ, കോർഡിനേറ്റർ അബ്ദുൽ ബാരി ബുസ്താനി, നെസ്റ്റ് HOD സാലിഷ് വാടാനപ്പള്ളി, PS ഗഫൂർ, ഡോക്ടർ അംജദ് അമീൻ സ്വലാഹി, നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പാൾ റുബീന, കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ ഹെഡ് മിനി കാക്കശ്ശേരി, മഹിറുൽ ഖുറാൻ ഹെഡ് താഹ തമീം, VBLP സ്കൂൾ പ്രധാനാധ്യാപിക ഷീന, ബുസ്താനുൽ ഉലൂം മദ്രസ സുദർ PK ശംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ബുസ്താൻ ക്യാമ്പസിലെ കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്റ്റാഫുകളും ചേർന്ന് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും നടന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020.
Malappuram Geeta Ravi Public School. The joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണൂർ പ്രസിഡന്റായാലും പിന്നെ നമ്മുടെ
താനും പ്രസിഡന്റായാലും ഒരു മടിയും കൂടാതെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി പറയാണ്. എന്തായാലും പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളുടെ പരിപാടികളും കലാപരിപാടികളൊക്കെ ഇവിടെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അധികം വർത്തമാനത്തിലെ കാര്യമില്ല. എന്തായാലും നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടു കൂടിയാണ് ബലൂണും മിഠായിയും റോസപ്പൂക്കം പിടിച്ചിരിക്കുന്നത്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും നേരാണ്. എന്നാൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് ബഡ്സ് സ്കൂൾ പ്രാധാന്യവും സാമൂഹ്യ ഉത്തരവാദിത്വവും എന്നതിനെക്കുറിച്ച് വിഷയാവതരണം നടത്തി. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ.എ. പീതാംബരൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. കൃഷ്ണകുമാർ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.ജി. മോഹൻദാസ്, അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.എൽ. ജോൺസൺ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.സി. സതീഷ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.എസ്. ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ.പി. സന്ദീപ്, സലിജ ടീച്ചർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി.എൻ. മേനക, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.ആർ. ബിജു, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ എന്നിവർ സംസാരിച്ചു. ബഡ്സ് സ്കൂൾ പ്രധാന അധ്യാപിക ഗീതു പി. പാലയൂർ, PTA പ്രസിഡന്റ് ഷേർലി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാഴൂർ ALP സ്കൂളിൽ ജൂൺ 3 സൈക്കിൾ ദിനാചരണം നടത്തി. ടീം റൈഡേഴ്സ് തൃപ്പയാർ പ്രസിഡന്റ് ബൈജു ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക ഹരിത ടീച്ചർ, PTA പ്രസിഡന്റ് മധു പണിക്കർ, സ്കൂൾ മാനേജർ സുധീർ തണ്ടിയേക്കൽ എന്നിവർ സംസാരിച്ചു. 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ. അപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വീടിൻ്റെ അവിടേക്ക് ഒന്ന് റോഡിലൊക്കെ ചവിട്ടിയിട്ട് സമയം നോക്കും. വീട്ടിൽ വന്നിട്ട് സമയം നോക്കും, എത്ര മണിക്കൂർ ഉണ്ട്, എത്ര മിനിറ്റ് ഉണ്ട്, വീണ്ടും വന്ന് ചവിട്ടും, വീണ്ടും എത്ര മിനിറ്റ് ഉണ്ട് നോക്കിയിട്ട്. കാരണം പിന്നെ വൈകി കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും 50 പൈസ കൊടുക്കണം. നിങ്ങൾക്കൊക്കെ പക്ഷേ സ്വന്തമായിട്ട് സൈക്കിൾ ഉണ്ടല്ലേ? നിങ്ങളുടെ അച്ഛന്മാർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ചെറുപ്പത്തിൽ സൈക്കിൾ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ എത്ര നല്ല ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് അല്ലേ? സൈക്കിളൊക്കെ എല്ലാവർക്കും സ്വന്തമായിട്ട് സൈക്കിളുള്ള നല്ലൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഇനി കുറച്ചും കൂടി നല്ല ലോകം നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ? കുറച്ചും കൂടി നല്ലതാണ് നമ്മുടെ, കുറച്ചും കൂടി നല്ല നാട്, കുറച്ചുകൂടി ഭംഗിയുള്ള നല്ല വീടുകളിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു നാടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ? അധികം ടീച്ചർ പറഞ്ഞ പോലെ പൊല്യൂഷൻ ഇല്ലാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ പൊല്യൂഷൻ? പരിസ്ഥിതി മലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താ ആർക്കും അറിയോ? നല്ല ലോകം അല്ലേ? പരിസ്ഥിതി മലിനീകരണം ഇല്ലാത്തത് പറഞ്ഞാൽ നല്ല ലോകം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല വായു നമുക്ക് ശ്വസിക്കേണ്ടവ, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുക, നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ലിങ്കേജ് ലോൺ മേളയും വിവിധ ഫണ്ടുകളുടെ വിതരണവും നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ രാജി രഞ്ജൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ ബിന്ദു KR, കേരള ഗ്രാമീൺ ബാങ്ക് തൃപ്പയാർ ബ്രാഞ്ച് മാനേജർ രേവതി വേണുഗോപാൽ എന്നിവർ ചേർന്ന് CDSന് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. CDSൽ നിന്നും വിവിധ മേഖലയിലേക്കുള്ള വായ്പാ വിതരണവും പലിശ സബ്സിഡി വിതരണവും ജീവൻ ദീപം ഇൻഷുറൻസ് ഡെത്ത് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു നിർവഹിച്ചു. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അമ്പിളി മോഹൻ, 10ാം വാർഡ് മെമ്പർ പവിത്രൻ, 9ാം വാർഡ് മെമ്പർ അംബിക ടീച്ചർ, കുടുംബശ്രീ CDS നമ്പർ സെക്രട്ടറി പ്രീത ES, പ്രിയദാസൻ, പ്രിയ AR, ഗീതാഞ്ജലി തിലകൻ, നീതു സുരേന്ദ്രൻ, പൗർണമി ലാൽ എന്നിവർ സംസാരിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നിന്നും പല സംരംഭങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കുടുംബശ്രീ തലത്തിൽ ഇതുപോലെയുള്ള ലോണും കാര്യങ്ങളും എല്ലാം നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ എത്ര സംരംഭം തുടങ്ങുന്നുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും നമ്മളെ സഹായിക്കാനായിട്ട് കുടുംബശ്രീ തലത്തിൽ ഇതുപോലെ ബാങ്കുമായി സംയോജിച്ചുകൊണ്ട് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് തരുമ്പോൾ നമ്മളതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കും അതോടൊപ്പം തന്നെ കിട്ടും അതിനൊരു സംതൃപ്തി ഉണ്ടാവും. നമ്മൾ അടുത്ത കൊല്ലം ഇതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ നമുക്ക് പറയാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ എത്ര സംരംഭങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കും അതൊരു
തൃത്തല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി വലിയകത്ത് വീട്ടിൽ ഖാദർ മകൻ 25 വയസ്സുള്ള മുഹമ്മദ് യൂനസാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിൽ വെച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാൽനട യാത്രക്കാരനെ ഇടിച്ചതിനെ തുടർന്ന് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു യുവാവ്. ബുധനാഴ്ച ഉച്ചയോടെ മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരൻ വാടാനപ്പള്ളി ശാന്തി റോഡിൽ വടക്കൻ വീട്ടിൽ സുനിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മെയ് 29 വെള്ളിയാഴ്ച രാത്രി 11:30 അപകടം. സെൻസസ് 2027 ഭാഗമായി വലപ്പാട് വില്ലേജിലെ എന്യൂമറേറ്റർ ആൻഡ് സൂപ്പർവൈസേഴ്സ് ത്രിദിന പരിശീലന പരിപാടി ചാവക്കാട് റൂറൽ ചാർജ് ഓഫീസർ TR സംഗീത് ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം SNS സമാജ ഹാളിൽ നടന്ന പരിശീലന പരിപാടിയിൽ ചാവക്കാട് താലൂക്ക് ഹെഡ് അബ്ദുൽ ഖാദർ AK, സെൻസസ് ഡെപ്യൂട്ടി തഹസിൽദാർ ഉദയകുമാർ MP, വലപ്പാട് വില്ലേജ് ഓഫീസർ ഷിജു KS എന്നിവർ പങ്കെടുത്തു. അതുവഴി ഡാറ്റ അപ്പം തന്നെ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ടായിട്ട് വരും. പെട്ടെന്ന് പ്ലാനിങ്ങിന് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. പിന്നെ റെഡ്യൂസ് ബർഡൻ, നോ നീഡ് ടു ക്യാരി ഹെവി ഷെഡ്യൂൾസ് ഓർ പ്രിപ്പയർ മാനുവൽസ് അബ്സ്ട്രാക്ഷൻ. അങ്ങനെ പണ്ട് സെൻസസിന് പോകുമ്പോൾ കുറേ ഷെഡ്യൂൾസും നോട്ട്ബുക്കൊക്കെ കൊണ്ടുപോകേണ്ടി വന്നിരുന്നില്ലേ? ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ 14 ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ട് പോരാ. പിന്നെ റിയൽ ടൈം മോണിറ്ററിംഗ്, സൂപ്പർവൈസേഴ്സ് നമ്മുടെ ഡാറ്റ റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ കിട്ടുക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 or 6 വീടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സിങ്ക് അമർത്തി കഴിഞ്ഞാൽ ഈ ഡാറ്റ നേരിട്ട് സൂപ്പർവൈസറിലേക്ക് പോകും. തൃപ്രയാറിലെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടിക MLA ഗീതാ ഗോപി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് കത്ത് നൽകി. പുതിയ പാലം നിർമ്മിക്കുന്നതിനായി DPR തയ്യാറാക്കി ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 30 കോടി രൂപയുടെ ഭരണാനുമതിയും 29,48,00,000 രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭ്യമാക്കിയിരുന്നു. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കാസർഗോഡ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രവൃത്തിയുടെ എഗ്രിമെൻ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പാലത്തിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി ആരംഭിക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് MLA കത്തിൽ ആവശ്യപ്പെട്ടു. തകർന്ന റോഡിൽ വാഴ നട്ടും കളിവഞ്ചി ഇറക്കിയും പ്രതിഷേധം. 1 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ഏങ്ങണ്ടിയൂർ പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡ് സഞ്ചാര യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളിൽ വാഴ നട്ടും കടലാസ് വഞ്ചി ഇറക്കിയും പ്രതിഷേധിച്ചു. ചേറ്റുവ ഹാർബറിലേക്ക് നിരവധി ആളുകളും വാഹനങ്ങളും യാത്ര ചെയ്യുന്ന പ്രധാന റോഡിനോട് പഞ്ചായത്തും സ്ഥലം MLAയും അവഗണന കാണിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുഭരണ സമിതിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ MLAയും പ്രദേശവാസികൾക്ക് നൽകിയ വാക്കുപാലിച്ച് റോഡ് പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധ സമരത്തിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സമരപരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും DCC മെമ്പറുമായ ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഘോഷ് തുഷാര അധ്യക്ഷത വഹിച്ചു. സന്ദീപ് ആർഗട്ടി, ബീന തുളസിദാസ്, AC സജീവ്, UK സന്തോഷ്, ഭുവനദാസ് കുപ്പേരി എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് PN സുജിന്ത് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് നാട്ടിക നിയോജക മണ്ഡലം കൺവീനറായ KK ഭാഗ്യനാഥൻ മുഖ്യ അതിഥിയായിരുന്നു. നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടറി ഷാജഹാൻ, നാട്ടിക നിയോജക യൂത്ത് വിംഗ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, യൂത്ത് വിംഗ് എടമുട്ടം പ്രസിഡന്റ് അബി വാഴപ്പുള്ളി, സെക്രട്ടറി ബിജോയ് പാണാട്ട്, KS ഷാജു, ട്രഷറർ KS സന്തോഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും നൽകി ആദരിച്ചു. പ്രസിഡന്റായി PN സുജിന്തിനെയും സെക്രട്ടറിയായി KS ഷാജുവിനെയും ട്രഷററായി KA സന്തോഷിനെയും വൈസ് പ്രസിഡന്റായി PB ബിജോയ്, ജോയിന്റ് സെക്രട്ടറിയായി ഷൈൻ പട്ടാലി എന്നിവരെയും തെരഞ്ഞെടുത്തു.
ഈ ജില്ലയിൽ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമുക്കറിയാം 1980 കാലഘട്ടങ്ങളിൽ ഈ സംഘടന രൂപീകൃതമായപ്പോൾ MO ജോണും CM ജോണും പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം. ഇന്ന് ഈ പ്രസ്ഥാനം ഭംഗിയായിട്ട് ശുഭ്രപതാകയും ഏറ്റിക്കൊണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ വ്യാപാരികൾ ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപാട് പദ്ധതികളുമായിട്ട് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ വ്യാപാരി നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഭദ്രം സുരക്ഷാ പദ്ധതി, ഭദ്രം പ്ലസ് പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം കണക്കെടുത്തപ്പോൾ KV അബ്ദുൽ ഹമീദും വിനോദ് കുമാറും ഭാഗ്യനാഥും അടക്കം കണക്കെടുത്തപ്പോൾ 78 കോടി രൂപ തൃശ്ശൂർ ജില്ലയിൽ വിതരണം ചെയ്തുവെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃപ്രയാർ AUP സ്കൂളിൽ ലോക സൈക്കിൾ ദിനം ആഘോഷിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നാസിയ സുബീൻ അധ്യക്ഷയായി. സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് തൃപ്രയാർ ഗസ്റ്റാൾട്ട് അക്കാദമി 2 സൈക്കിളുകൾ നൽകി. ഗസ്റ്റാൾട്ട് അധ്യാപകൻ പ്രകാശൻ പള്ളത്ത് സൈക്ലിങ്ങിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. സംസ്കൃത പണ്ഡിതനും സൈക്കോളജി പഠിതാവുമായ പ്രജീഷ് പറമ്പിൽ, പ്രധാന അധ്യാപിക KS സിന്ധു, ശ്രീനാഥ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടന്നു. ജൂൺ 3 ആചരിച്ചു വരികയാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് വളരെ പ്രത്യേകതയുണ്ട് അത് ആചരിക്കും. നിങ്ങൾ അസംബ്ലി നടക്കുമ്പോൾ പല ദിനങ്ങളൊക്കെ ആചരിച്ച് പോകണ്ടാവും, ടീച്ചർമാർ പറഞ്ഞു തരും, അതൊക്കെ ആചരിച്ച് നമ്മൾ പോകും. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലുള്ള 2 പേർക്ക് 2 സൈക്കിള് ഗസ്റ്റാൾട്ടിന്റെ വകയായിട്ട് അവർ തിരഞ്ഞെടുത്ത 2 കുട്ടികൾക്ക് വിതരണം ചെയ്യണം. അത് ഏറ്റവും അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെയായിരിക്കും എത്തിച്ചേരാനും നമുക്കറിയാം. സൈക്കിളിന്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ ടീച്ചർ ഇവിടെ പറഞ്ഞു ഇല്ലേ? നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വായു മലിനീകരണം. അതെങ്ങനെയാ വന്നത്? ഈ വാഹനങ്ങളെല്ലാം റോഡിൽ കൂടുതലായിപ്പോ എല്ലാ വീട്ടിലും വാഹനങ്ങൾ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ 2 വീലർ അല്ലെങ്കിൽ കാറ്, അത് ഒന്നിലധികം വാഹനങ്ങളാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, പുറത്തു പോകുന്നവരാണ്. അപ്പൊ അവരൊക്കെ എന്താ ചെയ്യുക? ഈ വാഹനങ്ങളിലൊക്കെ പോവുക. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ നിന്നും വർഷങ്ങളോളം സേവനം ചെയ്ത ജീവനക്കാർക്കും നാട്ടിക ഹോമിയോ ആശുപത്രിയിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കും നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് ചടങ്ങ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരം പുരയ്ക്കൽ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KV പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 30 വർഷത്തിന് മേലെ ഒക്കെ സർവീസിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ വർഷം വിരമിക്കുന്ന അംഗനവാടി ടീച്ചർമാര്, അതുപോലെ ഹെൽപ്പർ, അതുപോലെ തന്നെ ഹോമിയോയിൽ നിന്നും വിരമിക്കുന്ന 2 പേര്, ഇവർക്കൊക്കെയുള്ള പഞ്ചായത്തിന്റെ ഒരു യാത്രയയപ്പാണ് നടത്തുന്നത്. ഇത് കാലത്ത് ഇന്ന് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ KSന്റെ യാത്രയയപ്പും ഇന്ന് തന്നെയാണ്. അപ്പൊ എല്ലാം കൂടി നമ്മൾ ഇന്നേക്ക് ഈ ദിവസത്തേക്ക് വെച്ചതാണ്. എനിക്കറിയാം ഈ ടീച്ചറൊക്കെ വയ്യാതെ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഡോക്ടറെ അടുത്ത് നിന്ന് നേരെ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഇത്രയും നാള് നമ്മളുടെ കുട്ടികളെ നാട്ടിക പഞ്ചായത്തിൽ തന്നെ ഉള്ള കുട്ടികൾ, അവരിപ്പോ 30 വർഷങ്ങൾ പറയുമ്പോൾ അത്രയും പ്രായം ഏജ് ആയവരുണ്ടാവും, അവരെയൊക്കെ നോക്കി വളർത്തിയതിന്റെ ഒരു സന്തോഷം, അത് ഇങ്ങനെ ഒരു യാത്രയപ്പ്, ഒരു ചെറിയൊരു യാത്രയപ്പായാലും ഞങ്ങളുടെ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാഞ്ഞാണി യൂണിറ്റ് വാർഷിക പൊതുയോഗവും യൂണിറ്റ് തെരഞ്ഞെടുപ്പും സമാപിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MP ജീസ് അധ്യക്ഷത വഹിച്ചു. മണലൂർ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ CL റാഫേൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജോജോ J കോടൻകണ്ടത്ത്, ട്രഷറർ ജിജോ കൊമ്പൻ, എക്സിക്യൂട്ടീവ് അംഗം KV അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ഷിനു കുറുവത്ത്, അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ, ജോയ്മോൻ പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. 38 വയസ്സിൽ ആകസ്മികമായിട്ട് കുഴഞ്ഞു വീണ ഭർത്താവിൻ്റെ ഓർമ്മകളുമായിട്ട് അവരിങ്ങനെ പതുക്കെ ചവിട്ടി കടന്നു വരികയാണ്. കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? 10 ലക്ഷം രൂപയാണ് ഇപ്പൊ തരുന്നത്. ഈ 10 ലക്ഷം രൂപ
മക്കളുടെ മുന്നോട്ടങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും തികയുന്നില്ലെങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോട് പറഞ്ഞാൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടാണ് ചെക്ക് കൊടുത്തത്. മോള് എന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇപ്പോഴും എനിക്ക് ആ പിടുത്തം വിട്ടില്ലേ. പറഞ്ഞെന്താ അറിയോ, അങ്ങളെ ഇവിടുന്ന് വരുമ്പോ ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യുന്നൊരു പിടുത്തുണ്ടായില്ല കേട്ടോ. ഇപ്പോ ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലാണ്. ആരൊക്കെയോ അല്ല, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് ആ കുടുംബത്തിന്റെ കൂട്ട്. വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ 51-ാം വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൽ വാടാനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. KG കൃഷ്ണമൂർത്തി, VR അരുണൻ, ജോയ് മൂത്തേടൻ, ജോർജ് ആലപ്പാട്ട്, CL റാഫേൽ, പ്രതീഷ് പോൾ, പ്രൊഫസർ ഷൈന ജോർജ് ബിനോയ്, ജോയ്മോൻ പള്ളിക്കുന്നത്ത്, റഹ്മാബി അഷ്റഫ്, PA മൊയ്തീൻ, CP ദേവദാസ് എന്നിവർ സംസാരിച്ചു. പോലീസിന്റെ തല്ല് കൊള്ളാമെങ്കിൽ, ഈ ജില്ലയിലെ വ്യാപാരികൾക്ക് വേണ്ടി പോലീസിന്റെ തല്ല് കൊള്ളാമെങ്കിൽ, ഒരുപടി കേസുകളുമായി കോടതി വരാന്തകൾ കയറിയിറങ്ങാമെങ്കിൽ, എന്റെ സുഹൃത്തുക്കളായ നിങ്ങള് ഒരു ദേഷ്യത്തിൽ 2 ചീത്ത വിളിച്ചാൽ അത് വളരെ ശാന്തതയോടുകൂടി കേട്ടു നിൽക്കാനുള്ള മാനസികാവസ്ഥ അബ്ദുൽ ഹമീദിനുണ്ട്, ഒരു സംശയം വേണ്ട. പക്ഷെ എന്താണ്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നടക്കണം, ഗുണമുണ്ടാവണം. ഏതൊരു കാര്യത്തിലും ഏതൊരു പ്രവൃത്തിയിലും നമുക്കൊരു നേട്ടം ഉണ്ടാകണം, കോട്ടം ഉണ്ടാവരുത്. കോട്ടം ഉണ്ടാവണം പണി ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത്രേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ നമ്മെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തി പോകണ്ടേ. 46 വർഷത്തെ സംഘടനാ ചരിത്രം അറിയാത്തവർ ചെറുതായെങ്കിലും അറിയണം. ഞാൻ 5 മിനിറ്റോട് പറയും. അത് നിങ്ങൾ വിചാരിക്കേണ്ട 46 കൊല്ലത്തെ സംഘടനാ ചരിത്രത്തിൽ പ്രസിഡന്റ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 4 മണിക്കൂർ പറയേണ്ടി വരുമോ? വേണ്ടല്ലോ, വളരെ ലളിതമായിട്ട് നമുക്കത് പറയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. ദേശീയപാതയിൽ പൊക്കുളങ്ങര നാട്ടിക സെന്റർ, വലപ്പാട്, കൊപ്രക്കളം, പള്ളിനട എന്നിവിടങ്ങളിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾ വരും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.